بسم الله الرحمن الرحيم قد سمع الله قول التي تجادلك في زوجها وتشتكي إلى الله والله يسمع تحاوركما إن الله سميع بصير الذين يظاهرون منكم من نسائهم ما هن أمهاتهم إن أمهاتهم إلا اللائي ولدنهم وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധം മനസ്സിലാക്കുന്നതിൻ്റെ ഫലങ്ങളും ഗുണങ്ങളും അതിനെക്കുറിച്ചാണ് ഒരു ഖുത്ബ ഇന്ന് നമ്മളിവിടെ ഈ മിമ്പറിൽ ശ്രവിച്ചത്. ഈ ഉലകത്തിൽ ഏറ്റവും ആസ്വാദ്യകരമായ വിഷയം നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അറിയുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതുപോലെ അള്ളാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്ത് അറിവ്, അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതേപോലെ അവൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതാണ് ഏറ്റവും ഹൃദ്യമായ ആസ്വാദ്യകരമായ അറിവ് എന്ന് മാത്രമല്ല, പ്രസ്തുത അറിവാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകൾക്കും നമുക്ക് പ്രേരകമേകുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുക.
തെറ്റുകളിൽ നിന്നും വിലക്കുകളിൽ നിന്നും നമ്മളെ അകറ്റുന്നതും നമ്മളെ ദൂരപ്പെടുത്തുന്നതും അള്ളാഹുവെക്കുറിച്ചുള്ള അറിവും ബോധവുമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് അത് ഈമാൻ കാര്യങ്ങളിൽ അതിൻ്റെ ഒന്നാമത്തെ റുക്കിനാണ്. അത് അസ്ലാണ്, അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാന സ്തംഭത്തിൻ്റെ ഫറഉകളാണ് ഇതര റുക്കുനുകൾ, ഈമാനിൻ്റെ ഇതര സ്തംഭങ്ങൾ. അപ്പോൾ ആദ്യമായി അടിസ്ഥാനപരമായി അറിയേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചാണ്. അള്ളാഹുവിനെക്കുറിച്ച് അറിയുമ്പോൾ അള്ളാഹു കേവലം ഊർജ്ജരൂപമല്ല, പ്രത്യുത അള്ളാഹുവിന് ഉണ്മയുണ്ട്. മഹിതമായ ഒരു സത്ത ദാത്തുള്ളവനാണ് അള്ളാഹു. കേവലം സത്ത മാത്രമല്ല അള്ളാഹുവിന്, ആ സത്തക്ക് നാമങ്ങളും അതിന് വിശേഷണങ്ങളുമുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം നാമങ്ങളല്ല, പ്രത്യുത നാമങ്ങൾ അർത്ഥങ്ങളുള്ള നാമങ്ങളാണ്. ആ നാമങ്ങൾ വിശേഷണങ്ങളെ സ്ഥിരീകരിക്കുന്ന നാമങ്ങളാണ്. പ്രസ്തുത നാമങ്ങളും വിശേഷണങ്ങളും പല വിഷയങ്ങളും തേടുന്നു, നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ആ നാമങ്ങളെ അറിയുമ്പോൾ, അർത്ഥവും തേട്ടവും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും തെറ്റുകളിൽ നിന്ന് അതിനെ വിലക്കി നിർത്തുവാനും നമുക്ക് സാധിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശേഷണങ്ങളെ സ്ഥിരീകരിക്കുന്നു. അള്ളാഹുവിന് കുറേ സിഫത്തുകളുണ്ട്, ആ സിഫത്തുകൾക്ക് അർത്ഥമുണ്ട്. പ്രസ്തുത വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ സത്ത, അതിൻ്റെ വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ, ആ പ്രവൃത്തികളുടെ വിശേഷണങ്ങൾ. ഇങ്ങനെ അതിന് വിഭജനങ്ങളുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും അവൻ്റെ നാമങ്ങളെയും അവൻ്റെ വിശേഷണങ്ങളെയും അവൻ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്, അടിസ്ഥാനമാണ്. അതാണ് പ്രഥമമായ അറിവ്, പ്രധാനമായ വിജ്ഞാനം. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അഗണ്യമാണ്. അവന് ചിലർ മനസ്സിലാക്കിയതുപോലെ കേവലം 99 നാമങ്ങൾ മാത്രമല്ല, പ്രത്യുത അള്ളാഹുവിൻ്റെ നാമങ്ങൾ പലതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഒരു ദുആയുണ്ട്. ആ ദുആയിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാഅ അഹ്സാനിന വദഹബ ഹുമൂമിന. ഇങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. എന്താ ദുആയുടെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക്, അല്ലാഹുവേ നിനക്കുള്ള മുഴുവൻ നാമങ്ങൾ, ആ നാമങ്ങൾ കൊണ്ട് ഞാനിതാ നിന്നോട് യാചിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക്, നീ നിനക്ക് നിൻ്റെ നഫ്സിന് പേര് വെച്ച നാമങ്ങൾ. ഔ അൻസൽതഹു ഫി കിതാബിക, അല്ലെങ്കിൽ നിൻ്റെ കിതാബിൽ നീ അവതരിപ്പിച്ച നിൻ്റെ നാമങ്ങൾ. ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിൻ്റെ പടപ്പുകളിൽ പ്രവാചകന് നീ പഠിപ്പിച്ച നിൻ്റെ നാമങ്ങൾ. അവിസ്തഅസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, നിൻ്റെ അടുക്കൽ അദൃശ്യലോകത്ത് നീ നിനക്ക് സ്വാർത്ഥമാക്കി വെച്ച നിൻ്റെ നാമങ്ങൾ. അവ കൊണ്ട് അള്ളാഹുവെ ഞാനിതാ നിന്നോട് യാചിക്കുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളെയെല്ലാം അള്ളാഹുവിന് മുന്നിൽ വസീലയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് തേടുകയാണ്. എന്താ തേടുന്നത്? അൻ തജ്അലൽ ഖുർആന റബീഅ ഖുലൂബിന, വിശുദ്ധ ഖുർആനെ നീ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വസന്തമാക്കണമേ.
വനൂറ സുദൂരിന, ഞങ്ങളുടെ നെഞ്ചകത്തിൻ്റെ പ്രകാശമാക്കണമേ. വദഹാബ അഹ്സാനിന, ദുഃഖങ്ങൾ പോക്കുന്നത്. വജല അഹ്സാനിന വദഹാബ ഹുമൂമിന, മനോവേദകളെ നീക്കുന്നത്. അപ്പോൾ ദുഃഖങ്ങൾ നീക്കുന്ന, മനോവേദകൾ പോക്കുന്ന രീതിയിൽ വിശുദ്ധ ഖുർആനെ ആക്കണം. ഹൃദയത്തിന് വിശുദ്ധ ഖുർആൻ വസന്തമാക്കണം, നെഞ്ചകത്തിന് പ്രകാശമാക്കണം. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവോട് ഇരക്കുമ്പോൾ, യാചിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിയാണ് യാചിക്കുന്നത്. ആ നാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അദൃശ്യലോകത്ത് അള്ളാഹുവിന് പാത്തുവെച്ച എടുത്തുവെച്ച ധാരാളം നാമങ്ങളുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതർ പറഞ്ഞു, അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. എണ്ണം എത്ര? ഇത്ര നിർണിത എണ്ണം എന്നില്ല, പ്രത്യുത ധാരാളം നാമങ്ങളാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പലരും അള്ളാഹുവിൻ്റെ നാമങ്ങൾ എണ്ണിയപ്പോൾ 99-ലേറെ നാമങ്ങൾ, 128 നാമങ്ങൾ, അതേപോലെ 300 നാമങ്ങൾ, 1000 എത്തിച്ചവർ, ഇങ്ങനെ പല രീതിയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എണ്ണിയ പണ്ഡിതന്മാരുണ്ട്. അള്ളാഹുവിന് ധാരാളം നാമങ്ങളാണ്. പക്ഷേ ആ നാമങ്ങൾ പഠിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ആ നാമങ്ങളുടെ തേട്ടമറിയൽ നമ്മളുടെ ബാധ്യതയാണ്. നാമങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് തേടൽ നമ്മളുടെ ബാധ്യതയാണ്. അങ്ങനെ തേടുമ്പോഴാണ് അതിന് ഒരാൾ മുതിർന്ന് മെനക്കെട്ട് 99 നാമങ്ങളെ ഒരാൾ അപ്രകാരം ഇഹ്സാഹ് ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു. ഇന്ന ലില്ലാഹി 99 ഇസ്മ മിഅ ഇല്ലാ വാഹിദ ഫമൻ അഹ്സാഹ ദഖലൽ ജന്ന. ധാരാളം നാമങ്ങൾ, അതിൽ 99 നാമങ്ങൾ ഒരാൾ ഇഹ്സാഹ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ ആ നാമങ്ങളെ യഥാവിധം ഉച്ചരിച്ച് പറഞ്ഞ് അതിൻ്റെ ആശയം ഗ്രഹിച്ച് അള്ളാഹുവോട് ദുആ ചെയ്താൽ, അതാണ് ഇഹ്സാ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിന് കുറേ ധാരാളം നാമങ്ങളാണ്. ഈ നാമങ്ങൾ കേവലം നാമങ്ങളല്ല, പ്രത്യുത അതിനൊക്കെ അർത്ഥമുണ്ട്. ഈ നാമങ്ങൾ അള്ളാഹുവിന് വിശേഷണങ്ങളെ സ്ഥിരീകരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഏതാനും നാമങ്ങൾ സ്ഥിരീകരിക്കുന്ന വിശേഷണങ്ങൾ. ആ വിശേഷണങ്ങൾ തേടുന്ന തേട്ടങ്ങൾ, നാമങ്ങൾ തേടുന്ന തേട്ടങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ, അതാണ് ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഈ മിമ്പറിൽ ഇന്ന് ശ്രവിച്ചത്. അള്ളാഹു അൽ ബസീർ എന്ന നാമമുള്ളവനാണ്. അൽ ബസീർ, ഈ നാമം അള്ളാഹുവിന് അൽ ബസർ, കാഴ്ച എന്ന വിശേഷണത്തെയാണ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ബസീർ എന്ന് പറഞ്ഞാൽ ഫഈൽ വസ്നാണ്, സീഗത്തുൽ മുബാലഗ, അഗാധാർത്ഥ പ്രയോഗമാണ്. അപ്പോൾ സസൂക്ഷ്മം കാണുന്നവൻ എന്നാണ് അതിൻ്റെ മാന. സസൂക്ഷ്മം കാണുന്നവൻ, കാഴ്ച എന്നുള്ള വിശേഷണത്തെ അള്ളാഹുവിന് സ്ഥിരീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഈ നാമത്തെ അറിയൽ, അതിൻ്റെ അർത്ഥവും തേട്ടവും അറിയൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നേരെയാക്കുക, വിലക്കുകളിൽ നിന്ന് അതിനെ ദൂരപ്പെടുത്തുക, നന്മയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുക. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ ഒരു ഭാഗം കേട്ടത്. അള്ളാഹുവിൻ്റെ കാഴ്ച, അതിൻ്റെ പ്രത്യേകത ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസിയ്യത്തിൽ മകനോട് പറയുകയാണ്, യാ ബുനൈ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫിസ് സമാവാത് ഔ ഫിൽ അർദ് ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫിസ് സമാവാത് ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ്. ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് നൽകുന്ന വസിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വചനമായി അവതരിപ്പിച്ചപ്പോൾ അതിൽ മകനെ, മനുഷ്യരുടെ കർമ്മം അതൊരു കടുകുമണിയുടെ വലുപ്പത്തിലാണ്. കടുകുമണി, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയുടെ വലുപ്പം, അതിൻ്റെ തൂക്കമാണ് ഒരു കർമ്മമെങ്കിൽ ഫതകുൻ ഫി സഖ്റ, ആ കടുകുമണിയുടെ വലിപ്പത്തിൽ തൂക്കത്തിലുള്ള ഒരു കർമ്മം അതൊരു പാറക്കെട്ടിനകത്താണ്. പാറക്കെട്ടിനകത്താണ്.
ഔ ഫിസ് സമാവാത്ത്, അല്ലെങ്കിൽ വാനങ്ങളിൽ ഒരിടത്താണ്. വാനങ്ങൾ എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങൾ. ആ 7 ആകാശങ്ങൾ, അതിൻ്റെ വിശാലത, അത് വികസിക്കുന്ന വാനങ്ങളാണ്, പ്രപഞ്ചമാണ്. ആ വികസിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്രയാണ്, അഗണ്യം അവർണ്ണനീയമാണ് ഈ പ്രപഞ്ചം. അതിൻ്റെ വിശാലതയിൽ ആധുനിക ശാസ്ത്രം ഇതുവരെ അറ്റം കണ്ടെത്തിയിട്ടില്ല. അറ്റം പോയിട്ട് കണ്ടുപിടുത്തങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ ലോകം കണ്ടുപിടിക്കപ്പെടുകയാണ്. നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങൾ, ഗ്യാലക്സികളുടെ കൂട്ടങ്ങൾ, ക്ലസ്റ്ററുകളുടെ കൂട്ടങ്ങൾ പ്രപഞ്ചത്തിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അചിന്ത്യമായ ഈ പ്രപഞ്ചത്തിൽ ഒരിടത്താണ് ആ കടുകുമണിയുടെ തൂക്കം കർമ്മമുള്ളത്. ഔ ഫിൽ അർദ്, ഭൂമിയിൽ ഒരിടത്താണ്. ഭൂമി എന്ന് പറഞ്ഞാൽ കരയുണ്ട്, കടലുണ്ട്, കാടും അതേപോലെ തന്നെ മേടുമായി ഉലകം, ഭൂമി വിശാലമാണ്. ആ വിശാലതയിൽ എവിടെയാണ് ഒരു കടുകിൻ്റെ തൂക്കം വരുന്ന ഒരു കർമ്മം ഒരാൾ അനുഷ്ഠിച്ചിട്ടുള്ളത് എങ്കിൽ യഅ്തി ബിഹല്ലാഹ്, ആ കർമ്മത്തെ അള്ളാഹു കൊണ്ടുവരും. അള്ളാഹു അത് കാണും. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ കോടതിയിൽ മനുഷ്യനെ വിചാരണ നടത്തുമ്പോൾ ആ കർമ്മം കൊണ്ടെത്തിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ നടത്തുക. അപ്പം അള്ളാഹുവിൻ്റെ കാഴ്ച, ഇவ்விധം കാഴ്ചയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ കാഴ്ചക്ക് കടുത്തത് നേർത്തത് വ്യത്യാസമല്ല, അടുത്തത് അകന്നത് വ്യത്യാസമല്ല, മറഞ്ഞത് ഒളിഞ്ഞത് തെളിഞ്ഞത് വ്യത്യാസമല്ല, ചെറുത് വലുത് വ്യത്യാസമല്ല, ഗോചരം അഗോചരം വ്യത്യാസമല്ല. അള്ളാഹുവിൻ്റെ കാഴ്ചയിൽ എല്ലാം ഒരുപോലെയാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ, കണ്ണുകൾ ഇമ വെട്ടുന്നതറിയുന്ന അള്ളാഹു, നെഞ്ചകത്ത് ഒളിപ്പിച്ചു വെച്ചത് അറിയുന്ന അള്ളാഹു. എങ്ങനെയാണ് അള്ളാഹു അറിയുന്നത്? കണ്ടറിയുകയാണ്. അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കവി, വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇലത്തുഗ്യാനി ഫസ്തഹി മിൻ നദറിൽ ഇലാഹി വഖുല്ലഹാ ഇന്നല്ലദീ ഖലഖദ്ദലാമ യറാനി. എന്താ? വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ, ഇരുട്ടിൻ്റെ മറവിൽ ഒരു തെറ്റിനു വേണ്ടി നീ ഒഴിഞ്ഞിരുന്നു. ഇരുട്ടിൻ്റെ മറവിൽ ഇരുട്ട് പുതച്ച് ഒരു തെറ്റ് ചെയ്യാൻ നീ ഒഴിഞ്ഞിരുന്നാൽ, വന്നഫ്സു ദാഇയത്തുൻ ഇലത്തുഗ്യാനി, തെറ്റ് ചെയ്യാൻ മനസ്സ് ക്ഷണിക്കുകയാണ്, നിന്നെ പ്രേരിപ്പിക്കുകയാണ്. നീ ഒറ്റക്കൊള്ളൂ, ഇരുട്ടാണ്, ഒളിവിലാണ്, ആളൊഴിഞ്ഞിടത്ത് തെറ്റ് ചെയ്യാൻ മനസ്സ് പ്രേരിപ്പിക്കുന്നു. അவ்விധം നീ ഒരു തെറ്റിന് ഒരുമ്പെടുന്ന വേളയിൽ ഫസ്തഹി മിൻ നദറിൽ ഇലാഹ്, ഇലാഹായ അള്ളാഹുവിൻ്റെ നോട്ടം, അതിനെ തൊട്ട് നീ ലജ്ജിക്ക്. വഖുല്ലഹ, മാത്രമല്ല തെറ്റ് ചെയ്യാൻ മനസ്സ് നിന്നോട് പറയുമ്പോൾ ആ മനസ്സിനോട് നീ പറ, ഇന്നല്ലദീ ഖലഖദ്ദലാമ യറാനി, ഇരുട്ടിനെ സൃഷ്ടിച്ചവൻ എന്നെ കാണുന്നുണ്ട് എന്ന് നീ പറ. അപ്പം ഇരുട്ട് പടച്ചവൻ ആര്? ആ പടച്ച റബ്ബ് ഇരുട്ടിനെ മറയാക്കി ചെയ്യുന്ന തെറ്റുകൾ അത് കാണുന്നവനാണ് എന്ന് നഫ്സിനോട് പറയാനാണ് കവി പറയുന്നത്. വഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇലത്തുഗ്യാനി ഫസ്തഹി മിൻ നദറിൽ ഇലാഹി വഖുല്ലഹാ ഇന്നല്ലദീ ഖലഖദ്ദലാമ യറാനി. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാഴ്ച, നമ്മൾ ആ ഒരു വിശേഷണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കാഴ്ചയുടെ തേട്ടമെന്ത്, അതിൻ്റെ താല്പര്യം അത് നമ്മൾ അറിയുമ്പോൾ നമ്മൾ തെറ്റുകളിൽ നിന്ന് പിൻവലിയും. ജഡികേച്ഛയെ നമ്മൾ നിയന്ത്രിക്കും. ആളൊഴിഞ്ഞിടത്തുനിന്ന് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിച്ചത് ആളൊഴിഞ്ഞിടത്തുനിന്നാണെങ്കിലും നമ്മൾ വേണ്ടെന്ന് വെക്കും. കാരണം ആൾക്കൂട്ടത്തിലായാലും ആളൊഴിഞ്ഞിടത്തായാലും അള്ളാഹുവിൻ്റെ നോട്ടവും കാഴ്ചയും ഒരുപോലെയാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. മാത്രമല്ല, നന്മക്ക് നമുക്ക് പ്രേരകവും സഹായകവുമാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അറിയൽ. നമസ്കരിക്കുമ്പോൾ ഇഹ്സാൻ
ഉണ്ടാകണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ് കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക്. അള്ളാഹുവിനെ കാണുന്നത് പോലെ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം എന്നാണ്. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു എന്നെ കാണുന്നു, എൻ്റെ ചലനങ്ങൾ അറിയുന്നു, അള്ളാഹു എൻ്റെ നൃത്തം, എൻ്റെ റുകൂഅ്, എൻ്റെ സുജൂദ് ഇതൊക്കെ അള്ളാഹു നോക്കിക്കാണുന്നു എന്ന ദൃഢബോധവും വിശ്വാസവും അതാണ് ഒരു മനുഷ്യനെ ഭരിക്കുന്നത് എങ്കിൽ അയാൾ നിസ്കാരം എത്ര ചന്തമുള്ളതാക്കും, അയാളുടെ നമസ്കാരം എത്ര ഭക്ത്യാദരവും ഭക്തി നിറഞ്ഞതുമായിരിക്കും. സ്വാലിഹീങ്ങളെ അവരുടെ ഇബാദത്തിൽ ഭക്തിയുള്ളവരാക്കിയത് ഈ ഒരു ബോധമാണ്. ആ ഒരു ബോധം വളർത്താനാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞില്ലേ, യറാ തഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽ നിങ്ങളുടെ തഖല്ലുബ് അള്ളാഹു കാണുന്നു എന്ന് പറഞ്ഞത് ഖിബില മാറ്റവുമായി ബന്ധപ്പെട്ട്. വയറാക ഹീന തഖൂം, നീ നമസ്കരിക്കുമ്പോൾ നിന്നെ കാണുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നു. ആ ബോധമുണ്ടായിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ഇബാദത്തുകൾ ധന്യമാകും. അത് നമുക്ക് ഭക്ത്യാദരപൂർവ്വം നിർവഹിക്കാൻ കഴിയും. സദക്ക നിർവഹിക്കുമ്പോൾ സ്വാലിഹീങ്ങൾ സദക്ക ഗോപ്യമാക്കും, മറക്കും. എത്രമാത്രം വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെയാണ് അവർ ചെലവഴിച്ചിരുന്നത്. അങ്ങനെ ആളുകൾ കാണാതെ വളരെ ഗോപ്യമായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് എങ്കിൽ എന്തിനാണത് അങ്ങനെ ചെലവഴിക്കണത്? ആളുകളിൽ നിന്ന് മറച്ചു പിടിക്കാനേ പറ്റൂ, അള്ളാഹുവിൽ നിന്ന് മറച്ചു പിടിക്കാൻ പറ്റൂല. ഇതിങ്ങനെ കൊടുത്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി കാണും, അറിയും, സ്വീകരിക്കും എന്നുള്ളതാണ് അവരുടെ ബോധം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെലവഴിച്ചവരെ പ്രത്യേകം പരിഗണിച്ച് അർശിൻ്റെ തണലിൽ മഹ്ശറിൽ അവരെ ആദരിക്കുന്നത്, അവരെ ബഹുമാനിക്കുന്നത്. തണലില്ലാത്ത മഹ്ശറിൽ അള്ളാഹു തണലിലേക്ക് ആദരിക്കുന്നത്. പറഞ്ഞു വരുന്നത്, നന്മകൾക്ക് നമുക്ക് പ്രേരകം നൽകുന്ന, പ്രേരണയേകുന്ന, തിന്മകളെ തൊട്ട് നമ്മളെ വിലക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അത് നമ്മൾ സ്ഥിരീകരിക്കുന്നവരാണ്. ആ വിശേഷണങ്ങൾ സത്താപരമായതാകട്ടെ അള്ളാഹുവിൻ്റെ പ്രവൃത്തിപരമായിട്ടുള്ളതാകട്ടെ ഒക്കെ സ്ഥിരീകരിക്കുന്നതാണ്. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയാണ്. അതിൽ ദുർവ്യാഖ്യാനമില്ല, കോലപ്പെടുത്തലില്ല, എങ്ങനെയെന്ന് പറയലില്ല, അർത്ഥമില്ല എന്ന് പറയലില്ല. ഇതൊന്നും നമ്മളുടെ രീതിയല്ല. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹു സ്ഥിരീകരിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ സ്ഥിരീകരിച്ചതുപോലെ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് സുരക്ഷിതമായ രീതി. അതാണ് സലഫിൻ്റെ മനഹജ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ആദർശവും. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മറ്റൊരു വിശേഷണം നമ്മൾ കേട്ടു. അള്ളാഹുവിൻ്റെ അസം എന്ന് പറയുന്ന വിശേഷണം, കേൾവി എന്ന് പറയുന്ന വിശേഷണം. അള്ളാഹു അസമിയാണ്, കേൾക്കുന്നവൻ എന്നതിന് സാമ്യ, കേൾക്കുന്നവൻ ഇസ്മു ഫാഇൽ. പക്ഷേ അള്ളാഹു തൻ്റെ പേരായി സ്വീകരിച്ചത് അസമീ എന്നാണ്. അതും അറബി ഭാഷയിൽ വ്യാകരണത്തിൽ അസീഗത്തുൽ മുബാലഗയാണ്, അഗാധാർത്ഥ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അസമീ എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം കേൾക്കുന്നവൻ എന്നർത്ഥം. സസൂക്ഷ്മം കേൾക്കുന്നവൻ. അള്ളാഹുവിൻ്റെ കേൾവി കാഴ്ചയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആ കേൾവിക്ക് നേർത്തത് കടുത്തത് വ്യത്യാസമല്ല, ഒച്ച കൂടിയത് കുറഞ്ഞത് വ്യത്യാസമല്ല, ഇത്ര ആവർത്തി കമ്പനം സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കാത്തത് വ്യത്യാസമല്ല. അതൊക്കെ മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ കേൾവിയെ സംബന്ധിച്ചിടത്തോളം ഫലികുല്ലി സൗത്തിൻ മിൻഹു സമഉൻ ഹാദിറു ഫസ്സിറു വൽ ഇഅലാനു മുസ്തവയാനി.
എല്ലാ ശബ്ദവും കേൾക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രഹസ്യവും പരസ്യവും അതിൽ തുല്യമാണ് എന്നാണ് കവി പറയുന്നത്. അപ്പോൾ രഹസ്യമായി പറഞ്ഞാലും കേൾക്കും, പരസ്യമായി പറഞ്ഞാലും കേൾക്കും. നമ്മളൊരു കഥ കേട്ട്, മക്കത്തൊരു തർക്കം, 2 ഖുറൈശികളും ഒരു സഖീഫ് ഗോത്രക്കാരനും. 2 ഖുറൈശികൾ, ഒരു സഖീഫ് ഗോത്രക്കാരൻ. അവരുടെ സംസാരം എന്താ? അവരുടെ സംസാരം, നമ്മൾ ഈ പറയുന്നത് അള്ളാഹു കേൾക്കുമോ ഇല്ലേ? അപ്പോൾ ഒരു കൂട്ടർ പറയാണ്, നമ്മൾ ഉറക്കനെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കും, പതുക്കെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കൂല. അപ്പോൾ അതിനോട് പ്രതികരിക്കുകയാണ് മറ്റൊരു കൂട്ടർ, നമ്മൾ ഉറക്കനെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കുമെങ്കിൽ നമ്മൾ പതുക്കെ പറഞ്ഞാലും അള്ളാഹു കേൾക്കും. ഇതവിടെ നടന്ന ഖുറൈശികളുടെയും സഖീഫ് ഗോത്രക്കാരൻ്റെയും ഇടയിലുള്ളൊരു സംസാരമാണ്. അള്ളാഹു നമ്മൾ പറയുന്നത് കേൾക്കുകയില്ലേ? ഒരു കൂട്ടർ നമ്മൾ ഉറക്കനെ പറഞ്ഞാൽ കേൾക്കും, മെല്ലെ പറഞ്ഞാൽ അള്ളാഹു കേൾക്കൂല. അപ്പോൾ പ്രതികരിക്കുകയാണ്, മെല്ലെ പറഞ്ഞാൽ, ഉറക്കനെ പറഞ്ഞാൽ കേൾക്കുന്നവനാണ് അള്ളാഹു എങ്കിൽ മെല്ലെ പറഞ്ഞാലും കേൾക്കും. ഇത് മക്കത്ത് കഅബയുടെ പരിസരത്ത് നടന്നതാണ് ഈ സംസാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സംസാരം 7 ആകാശങ്ങൾക്കുപരിയിൽ അവൻ്റെ അർശിന് മുകളിൽ നിന്ന് കേട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഇറക്കുകയാണ്. സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കുൻതും തസ്തതിറൂന അൻ തശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും വലാകിൻ ظننتم അന്ന അല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ വദാലികും ظنكم الذي ظننتم بربكم അർദാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വമാ കുൻതും തസ്തതിറൂൻ അൻ തശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സാറുകും വലാ ജുലൂദുകും. നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ചകൾ, നിങ്ങളുടെ ചർമ്മങ്ങൾ, തൊലികൾ, ഇവകൾ നിങ്ങൾക്കെതിരിൽ സാക്ഷി പറയുമെന്ന് വിചാരിച്ച് അവയിൽ നിന്ന് മറഞ്ഞ് നിങ്ങൾ തെറ്റുകൾ പ്രവർത്തിക്കുന്നവരായിരുന്നില്ല. ഇതൊക്കെ എതിരിൽ നാളെ സാക്ഷി പറയും, തൊലി പറയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. കാഴ്ചയും കണ്ണും കാതും അതേപോലെ തന്നെ ത്വക്കുമൊക്കെ മനുഷ്യനെതിരിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ സാക്ഷി പറയും. അത് വിചാരിച്ചിട്ട് ഇവയിൽ നിന്ന് മറഞ്ഞ് നിങ്ങളൊരു തെറ്റും ചെയ്തിരുന്നില്ല. തെറ്റേതേഷ്ടം നിങ്ങൾ ചെയ്തു. വലാകിൻ ظننتم അന്ന അല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾ ധരിച്ചത് നിങ്ങൾ ചെയ്യുന്ന പലതും അള്ളാഹു അറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നില്ല എന്ന് നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് ധരിച്ച് നിങ്ങൾ തെറ്റുകൾ ചെയ്യുകയാണ് ഉണ്ടായത്. അള്ളാഹു പറയാണ്, വദാലികും ظنكمുല്ലദീ ظننتم ബിറബ്ബിക്കും. നിങ്ങളുടെ സൃഷ്ടി പരിപാലകനായ റബ്ബിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയായിരുന്നു അത്. അർദാക്കും, ആ ധാരണയാണ് നിങ്ങളെ നാശഗർത്തത്തിൽ നിങ്ങളെ നിപതിപ്പിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ പറയുമെന്നാണ്. ആ വചനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാനുണ്ടായ അവതരണ പശ്ചാത്തലമാണ് ഈ സംസാരം, ഈ സംഭാഷണം. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടക്കം സംസാരം അത് അള്ളാഹു കേൾക്കുകയില്ല എന്നുള്ള വിഷയത്തിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതായി അറിയിച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി ആ കഅബയുടെ പരിസരത്ത് തന്നെ ഉമൈർ ഇബ്നു വഹബ് അൽ ജമഹിയും സഫ്വാൻ ഇബ്നു ഉമയ്യയും ബദർ യുദ്ധത്തിന് ശേഷം ഒരു മീറ്റിംഗ് നടത്തി. അത് ഖത്തീബ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സന്ദർഭം ആവശ്യപ്പെടുന്നതുകൊണ്ട് ഞാൻ ഉണർത്തുന്ന ഒരു സംഭവം. ഹിജറിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ഹിജർ എന്ന് പറഞ്ഞാൽ കഅബയുടെ ഒരു ഭാഗം. ഈ ഉമൈർ ഇബ്നു വഹബിൻ്റെയും സഫ്വാൻ ഇബ്നു ഉമയ്യയുടെയും ബന്ധുക്കൾ ബദറിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പക വീട്ടണം, പകരം ചോദിക്കണം, പകരം റസൂലുള്ളാഹിനെ വധിക്കണം. അപ്പോൾ അതിനാണ് അവർ ഈ രാത്രിയുടെ മറവിൽ, ഇരുളിൻ്റെ നിറവിൽ, നിശയുടെ നിഗൂഢതയിൽ അടക്കം പറയണം. എന്താ ഉമൈർ പറയണത്? ഉമൈർ സഫ്വാൻ പറയണം, സഫ്വാനോട് പറയണം, എല്ലാം പറയാണ്. കുറേ കടങ്ങളുണ്ട്, മക്കളുമുണ്ട്. ഈ കടങ്ങളും മക്കളും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ പോയിട്ട് മുഹമ്മദിനെ കൊല്ലുമായിരുന്നു. ഇതാണ് അവർ പറയുന്നത്. ഇത് കേട്ടപ്പോൾ സഫ്വാൻ ഇബ്നു ഉമയ്യ ചാടി. സഫ്വാൻ ഇബ്നു ഉമയ്യ പറയാണ്, നിൻ്റെ കടക്ക ഞാൻ ഏറ്റെടുത്തോളാം, മക്കളെ ഞാൻ സംരക്ഷിച്ചോളാം, നീ പോയിട്ട് മുഹമ്മദിനെ കൊന്നാൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഉമൈർ തയ്യാറായി. അങ്ങനെ ഒരു ഖടാരയിൽ വിഷം വെച്ച്
മദീനയിലെത്തിയ ഉമൈർ വരികയാണ്. അങ്ങനെ ഉമറും സഹാബികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മസ്ജിദുൻ നബവിയിൽ. അപ്പോൾ ഉമൈർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഉമറൊക്കെ പറഞ്ഞു, ദുഷ്ടൻ ഉമൈർ വരുന്നു റസൂലെ. കാരണം ഉമൈർ വളരെ ഒരു ശത്രുതയിലായിരുന്നു മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. വളരെ നീച പ്രവൃത്തികൾ അയാൾക്കുണ്ടായിരുന്നു. ദുഷ്ടൻ വരുന്നു, അള്ളാഹുവിൻ്റെ അദുവ് ശത്രു വരുന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഖൈർ എന്ന രീതിയിൽ പ്രതികരിച്ചു. അങ്ങനെ മസ്ജിദ് നബവിയുടെ വാതിലിൽ നിന്ന് ഉമൈർ ഉമു സബാഹൻ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമൈർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അതിലേറെ നല്ലൊരു തഹിയ്യത്ത് അഭിവാദ്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. എന്തിനാണ് ആഗമനം? അപ്പം പറഞ്ഞത് ബദറിലെ യുദ്ധബന്ദികൾ, ബദറിൽ കുറേ യുദ്ധബന്ദികൾ മക്കക്കാരത് മദീനത്തുണ്ട്, അവരെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അപ്പോൾ റസൂലുള്ളാഹിനോട് പ്രതികരിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കഴുത്തിലെ വാള് ആയുധം, അതിൻ്റെ കാര്യം എന്താണ്? എന്തിനാ വാള് തൂക്കിയിട്ട് ഈ രീതിയിൽ വന്നത്? അപ്പോൾ പറഞ്ഞ് ഷാഹത്തി സുയൂഫ്, വാളുകൾക്ക് നാശം. ഈ വാളുകൾക്ക് വല്ല ഫായിദ ഉണ്ടായിരുന്നുവെങ്കിൽ ബദറിൽ ഞങ്ങൾ തോൽക്കുമോ? ബദറിൽ ഞങ്ങൾ തോൽക്കില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമൈർ, അതല്ല വിഷയം. നീയും സഫ്വാനും കഅബയുടെ പരിസരത്ത് ഹിജറിലിരുന്നു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു, എൻ്റെ കടബാധ്യത ഇല്ലായിരുന്നുവെങ്കിൽ, കുട്ടികളുടെ ഭാരമില്ലായിരുന്നുവെങ്കിൽ മദീനയിൽ ചെന്ന് യസ്രിബിൽ ചെന്ന് മുഹമ്മദിനെ വധിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മക്കളെയും സഫ്വാൻ ഇബ്നു ഉമയ്യ ഏറ്റെടുത്തിട്ട് നിങ്ങൾ വന്നതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ഉമൈർ ഇബ്നു വഹബ് സ്തബ്ധചിത്തനായി. അദ്ദേഹം പകച്ചു. ഒരാളും അറിയാതെ ഒരു വായിൽ നിന്നൊരു കാതിലേക്ക് മാത്രം പറഞ്ഞ ഒരു രഹസ്യം അതെങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതിലെത്തി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് വിരൽ ചൂണ്ടി. പടച്ചതമ്പുരാൻ അത് കേട്ടു, അള്ളാഹു അത് കണ്ടു, അള്ളാഹു അറിയിച്ചു. ഉമൈർ ഇബ്നു വഹബ് അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. റസൂലുള്ളാഹിനെ കൊല്ലാൻ വന്ന ഉമൈർ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു. അതോടുകൂടി സഫ്വാൻ ഇബ്നു ഉമയ്യ മനസ്സിലാക്കി ഈ വിഷയം. പിന്നെ കടം വീട്ടിയതുമില്ല, മക്കളെ നോക്കിയതുമില്ല. പിന്നീട് പിൽക്കാലത്ത് ഈ സഫ്വാൻ ഇബ്നു ഉമയ്യയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് അള്ളാഹുവിൻ്റെ ഔദാര്യവും അള്ളാഹുവിൻ്റെ ഫضലുമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ കേൾവി എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ ആ കാഴ്ചയുടെ പ്രത്യേകത എന്ത്, അതിൻ്റെ വലിപ്പവും അതിൻ്റെ മഹത്വവും എത്രയാണ് എന്നറിയാനാണ്. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ കേട്ടു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വനാദാ ഫി ദുലുമാത്ത് എന്നാണ്, ദുലുമാത്തിൽ വെച്ച് വിളിച്ചു എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. എന്താ ഈ ദുലുമാത്ത്? അന്ധകാരങ്ങളാണ്, ഇരുട്ടുകളാണ്. ഇരുട്ടുകൾക്കുള്ളിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അദ്ദേഹം സമുദ്രത്തിൽ നിപതിച്ചു. അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങി. മത്സ്യം സമുദ്രാഴിയിലേക്ക് ആണ്ടുപോയി. മാനം മേഘാവൃതായിരുന്നു, അതിൻ്റെ ഒരു ഇരുട്ട്. സമുദ്രം ആ ഇരുട്ടിൽ, രാവിൻ്റെ മറവിൽ, അവിടെ സമുദ്രാഴിയിൽ മത്സ്യത്തിൻ്റെ വയറ്റിനകത്താണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉള്ളത്. അപ്പോൾ എത്ര ഇരുട്ടുകൾക്കുള്ളിലാണ്, സമുദ്രത്തിൻ്റെ ആഴിയിൽ. അദ്ദേഹം വിളിക്കുകയാണ്, അള്ളാഹുവിനെ വിളിക്കുകയാണ്, ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക് ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ വിളി വാനങ്ങൾക്കുപരിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്താണ്. അള്ളാഹു പറയാണ്, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. തസ്ബീഹ് നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു യൂനുസ് എങ്കിൽ അന്ത്യനാൾ വരേക്കും ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു തസ്ബീഹ് നിർവഹിച്ചു. ആ തസ്ബീഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശ്രവിച്ചു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി നോക്കൂ നിങ്ങൾ. ഇவ்விധം കേൾവിയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മറ്റൊരു സംഭവം നമ്മൾ കേട്ടു. ഖൗല ബിൻത് സാലബ റളിയല്ലാഹു തആല അൻഹ, ഔസ് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു ബിഹാർ നടത്തിയപ്പോൾ
അതുമായി ബന്ധപ്പെട്ട് ഖൗല വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിൽ അറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ്. ഖൗല വന്നിട്ട് പറയാണ്, ഔസ് ഇബ്നു സാമിത്ത് എന്നെ ദിഹാർ നടത്തി. അന്ന് ദിഹാറിൻ്റെ വിധി തൊലാക്കാണ്. അവർ പറയുന്നത് എൻ്റെ യൗവനം മുഴുവൻ ഔസ് കാർന്നു, പറക്കം പറ്റാത്ത മക്കളാണ്. അതുകൊണ്ട് ആ പ്രായത്തിലാണ്, ഈ അവസ്ഥയിലാണ് ഔസ് എന്നെ ദിഹാർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചാണ് റസൂലുള്ളാഹിയോട് ഖൗല സംസാരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നീ മൊഴി ചൊല്ലപ്പെട്ടവളാണ്, തലാഖ് സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീണ്ടും സംസാരിക്കുകയാണ്, ഈ വാർദ്ധക്യത്തിൽ എൻ്റെ അവസ്ഥ, കുട്ടികൾ, പറക്കം പറ്റാത്ത മക്കൾ തുടങ്ങി സംസാരമാണ്. അങ്ങനെ അതൊരു ജിദാൽ, തർക്കം നടക്കുകയാണ്. അടക്കി പിടിച്ച സംസാരമാണ്. ആയിഷ ഉമ്മ പറയാണ്, ഹുജറയുടെ ഒരറ്റത്ത് ഞാനുണ്ട്, ഖൗലയും റസൂലും സംസാരിക്കുന്നത് എനിക്ക് തിരിയണില്ല. അങ്ങനെ അടക്കി പിടിച്ചാണ് അവർ തർക്കിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംസാരം തുടരവേ അള്ളാഹുവിൻ്റെ ആയത്തിറക്കി. എന്താ ആയത്ത്? ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ. തൻ്റെ ഭർത്താവിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് തർക്കിക്കുന്ന സ്ത്രീയുടെ സംസാരം അത് അള്ളാഹു കേട്ടിരിക്കുന്നു. ഖദ് തീർച്ചയായും എന്ന തൗക്കീദിൻ്റെ അദാത്ത് ശക്തിപ്പെടുത്തിയിട്ടാണ് പറയുന്നത്, അള്ളാഹു കേട്ടിരിക്കുന്നു. ആയിഷമ്മ പറയാണ്, അൽഹംദുലില്ലാഹില്ലദീ വസിഅ സൗതുഹുൽ സമഉഹുൽ അസ്വാത്ത്. എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ മാത്രം വിപുലമായ കേൾവിയുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഹുജറയുടെ ഒരറ്റത്ത് ഞാനുണ്ട്, ഞാൻ പോലും ആ അടക്കം പറച്ചിൽ കേട്ടില്ല. അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ വെച്ച് ആ സംസാരം കേട്ടു. എല്ലാ ശബ്ദവും കേൾക്കുവാൻ വിപുലമായ കേൾവിയുള്ള അള്ളാഹുവിന് മുഴുവൻ സ്തുതികളും എന്ന് പറഞ്ഞ് അള്ളാഹുവിന് ഹംദ് പറയുകയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അള്ളാഹു പറയാണ്, ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ വതശ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. അള്ളാഹു നിങ്ങൾ രണ്ടുപേരുടെയും സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദം, അത് അള്ളാഹു കേൾക്കുന്നു എന്ന് പറഞ്ഞാണ് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് തുടർത്തുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കേൾവി, ആ കേൾവിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കുവാൻ നമുക്ക് പ്രേരകങ്ങളാണ്, പ്രചോദനമാണ്. തിന്മകളെ തൊട്ട് പിൻവാങ്ങുവാൻ നമ്മൾ കേട്ടില്ലേ, ഖതീബ് ഏഷണി പറയുന്നവൻ, പരദൂഷണം പറയുന്നവൻ, കളവ് പറയുന്നവൻ, കള്ളസാക്ഷ്യം നിർവഹിക്കുന്നവൻ. ഒരു വ്യക്തി ഒരപരാധം പറഞ്ഞു. ആ അപരാധം എന്താ? വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലി ഫുലാൻ. അള്ളാഹുവാണ് സത്യം, അള്ളാഹു ഒരാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. അള്ളാഹുവാണ് സത്യം, അള്ളാഹു ഇന്ന വ്യക്തിക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞു. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? എൻ്റെ വിഷയത്തിൽ സത്യം ആണയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം പറയാൻ ആർക്കാണ് അധികാരം? ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, നിനക്ക് നാശവും പറഞ്ഞിരിക്കുന്നു. 70ഓളം വർഷം ഇബാദത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സൽവൃത്തനായിരുന്നു ഈ പറഞ്ഞത്. അയാളുടെ ആഖിറവും ദുനിയാവും അതിനാൽ നശിച്ചു എന്നാണ് ആ അസറിൽ വായിക്കാൻ സാധിച്ചത്. അയാളുടെ ദുനിയാവും നശിച്ചു, ആഖിറവും നശിച്ചു. 70ഓളം വർഷം ഇബാദത്തെടുത്ത് ജീവിച്ച ഒരു പുണ്യാളൻ അയാൾ പറയാണ്, ഇന്നയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല, അള്ളാഹുവാണ് സത്യം. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ സത്യം ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യം പറയാൻ ആരാണ് അയാൾക്ക് അധികാരം കൊടുത്തത്? പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളുടെ സംസാരം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. അത് നമ്മൾ എത്ര താഴ്ത്തി പറഞ്ഞാലും എത്ര ഒച്ചത്തിൽ പറഞ്ഞാലും. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഒരു വിശേഷണമാണ് അള്ളാഹുവിൻ്റെ കഴിവ്. അള്ളാഹുവിൻ്റെ കഴിവിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹു അൽ ഖവിയാണെന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം, ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഇലൈഹി തുർജഊൻ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയവും അത് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. ആകാശങ്ങളോട് ഭൂമിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഅ്തിയാ തൗഅൻ ഔ കർഹ, ഒന്നുകിൽ വിധേയപ്പെട്ട് അല്ലെങ്കിൽ ബലാത്കാരമായി നിങ്ങൾ വരൂ എന്ന് പറഞ്ഞപ്പോൾ അതൈനാ തഅഈൻ, ഞങ്ങളിതാ വിധേയരായി കൊണ്ട് വന്നിരിക്കുന്നു എന്ന് വാനവും ഭൂമിയും അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്ക് മുമ്പിൽ അനുസരണയോടുകൂടി പറയുകയുണ്ടായി എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എவ்விധം കേൾപ്പുറ്റവനാണ്, കഴിവുറ്റവനാണ്. ആ അള്ളാഹുവിൻ്റെ കഴിവ് മനസ്സിലാക്കുവാൻ വിശുദ്ധ ഖുർആനിലെ ചില സംഭവങ്ങൾ നമ്മൾ കേട്ടില്ലേ? ലൂത്തിൻ്റെ ജനതയുടെ ആ നാടുകൾ അള്ളാഹു നശിപ്പിച്ചതെങ്ങനെ? ഫജഅൽന ആലിയഹ സാഫിലഹ എന്നാണ്. 5 അറിയപ്പെട്ട ഗ്രാമങ്ങൾ കൂടിയതാണ് സദൂം ഗോത്രം.
ആ നാടുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജഅൽന ആലിയഹ സാഫിലഹ എന്നാണ്, കീഴ്മേൽ മറിച്ചു എന്നാണ്. നാം അതിനെ കീഴ്മേൽ മറിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിരുന്ന ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ നശിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞില്ലേ? എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഒരു പ്രകമ്പനാണ്. ഫഅഖദത്ഹുമുർ റജ്ഫ ഫഅസ്ബഹു ഫി ദാരിഹിം ജാസിമീൻ. അതോടുകൂടി അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിരുന്നതായ മുശ്രിക്കീങ്ങൾ അവരുടെ ഭവനങ്ങളിൽ ജീവനറ്റു വീണു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അല്ലദീന കദ്ദബൂ ശുഐബൻ കഅല്ലം യഗ്നൗ ഫീഹ അല്ലദീന കദ്ദബൂ ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ. ശുഐബിനെ കളവാക്കിയവർ താമസിച്ചിരുന്ന നാട്ടിൽ ആ പ്രകമ്പനം വന്നതോടുകൂടി പിന്നെ അവിടെ ഒരു കൂട്ടർ താമസിച്ചിട്ടില്ലാത്ത വിധമായി ആ നാട്, അങ്ങനെ അവിടെ ഒരു കൂട്ടർ പാർത്തിട്ടേ ഇല്ലാത്ത മാതിരിയായി ഒരു പ്രകമ്പനം അള്ളാഹുവിൽ നിന്ന് വന്നപ്പോൾ അവരായി നഷ്ടക്കാർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കഴിവാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വിശേഷണങ്ങളിൽ അള്ളാഹുവിൻ്റെ തവ്വാബ് എന്ന പേര്, തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂർ, മഗ്ഫിറത്തേകുന്നവനാണ്, പാപമോചനം നൽകുന്നവനാണ് തുടങ്ങിയുള്ളതായ വിശേഷണങ്ങൾ അവ തേടുന്നതെന്ത്, അറിയിക്കുന്നതെന്ത് എന്നൊക്കെ നമ്മൾ ചില ഉദാഹരണങ്ങളിലൂടെ കേൾക്കേണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വഇന്നി ലഗഫാറുൻ ലിമൻ താബ്, തൗബ ചെയ്യുന്നവർക്ക് പാപങ്ങളെല്ലാം ഏറെ പൊറുക്കുന്നവനാകുന്നു ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ചെറിയ തെറ്റുകൾ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെറിയ തെറ്റുകളെ നന്മകളാക്കി മാറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനമേകും. ചെറിയ തെറ്റുകൾ ചെയ്യുന്ന സൽവൃത്തന്മാർക്ക് അല്ലാഹു അവരുടെ ചെറിയ തിന്മകളെ നന്മകളാക്കി മാറ്റിക്കൊടുക്കും എന്നാണ് പറയുന്നത്. എപ്പോൾ അവർ തൗബ ചെയ്യുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ, സൽവൃത്തിയിൽ നന്മയിൽ ജീവിക്കുവാൻ അവർ തീരുമാനിക്കുമ്പോൾ. ഇതാണ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വിചാരണയുടെ കോടതിയിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം കാരുണ്യവാനാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, തെറ്റുകൾ മായിക്കുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെക്കുറിച്ച് പറയാണ്, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, എൻ്റെ ദാസന്മാരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അന്നി, എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? അന്നി അനൽ ഗഫൂർ അർ റഹീം, ഞാൻ ഗഫൂറാണ്, ഞാൻ റഹീമാണ്, പാപങ്ങളേറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ അത് നോവേറ്റുന്ന ശിക്ഷയാണ്. ആദ്യം ഏതിനെ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ്, പാപമോചനാണ്, അള്ളാഹിൻ്റെ റഹ്മത്താണ്. പിന്നെയാണ് അള്ളാഹിൻ്റെ ശിക്ഷനെ കുറിച്ച് പറഞ്ഞത്. ഇതിവിടെ മാത്രമല്ല, പല വചനങ്ങളിലും ഖാബിലു തൗബ്, ഗാഫിരി ദംബി വ ഖാബിലി തൗബ്, ഷദീദുൽ ഇഖാബി ദി തൗൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗാഫിറു ദംബാണ്, പാപം പൊറുക്കുന്നവനാണ്. ഖാബിലു തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. പിന്നെയാണ് ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞത്. തൗബയെയും പാപമോചനത്തെയും അതിനെ മുന്തിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. തെറ്റുകൾ എമ്പാടും ചെയ്തവർ അവരോട് പറയണം, അല്ലാഹു തെറ്റുകളെല്ലാം പൊറുക്കുന്നവനാണ്, നിങ്ങൾ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിരാശപ്പെടല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ നാമങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ നാമങ്ങൾ തോടുന്ന വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളുടെ തേട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതം അതെത്രമാത്രം അനുഗ്രഹീതാകും. അത് നമ്മളെ നന്മകൾക്ക് പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യും. ആ വിജ്ഞാനം തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് നമ്മളെ തടുക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അള്ളാഹുവിൻ്റെ നാമങ്ങളെ തുടർത്തി പറഞ്ഞ വചനങ്ങൾ നമ്മൾ കേൾക്കണ്ടായി. ഹുവല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുവിൻ്റെ എത്ര പേരുകൾ! ഈ വചനങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ, അതേപോലെ ആ നാമങ്ങൾ
അതിലടങ്ങിയ നാമങ്ങൾ, ആ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഖതീബ് ഉണർത്തിയതുപോലെ നമുക്ക് ജീവിതത്തിൽ ധന്യതയാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ്, അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള അറിവ്. ആ അറിവാണ് നമ്മളെ വളർത്തുക. അതിൽ അറിവില്ലായ്മയാണ് നമ്മളെ ധാർമ്മികമായിട്ട് തളർത്തുകയും വളക്കുകയും ചെയ്യുക. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് അറിയണം, മനസ്സിലാക്കണം എന്നുള്ള വസിയ്യത്താണ് ഇന്ന് ഈ മിമ്പറിൽ നമ്മൾ കേൾക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു മജ്ലിസിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരൻ്റെ മാതാവ് മരണപ്പെട്ട വാർത്ത അറിയിച്ചു. അള്ളാഹു അവർക്ക് ആ മാതാവിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടം അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്കും ഹൃദയവിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.